BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSൽ ജനാധിപത്യമില്ല എന്നാണ് പരാതിയെങ്കിൽ ഗണേഷ് കുമാർ കോടതിയിൽ കേസ് കൊടുക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഗണേഷ് കുമാർ എന്നും അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. NSSനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുടെ വാലായാണ് ഇപ്പോൾ ഗണേഷ് പ്രവർത്തിക്കുന്നത്. ഇവരെയെല്ലാം സംഘടിപ്പിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടത്താമെന്ന് കരുതിയാൽ അത് നടക്കില്ല. അങ്ങനെ ഒരു നീക്കത്തിന് വഴങ്ങുന്ന തരത്തിലുള്ള യാതൊരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്നം സമാധിയിൽ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ലെന്നും ഈശ്വര തുല്യം ആരാധിക്കുന്ന ക്ഷേത്രതുല്യമായ സമാധി സ്ഥലത്ത് പട്ടിയെ കയറ്റാൻ കഴിയില്ലെന്നുമായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. കുടുംബത്തിലുള്ളവർക്ക് ജോലി നൽകിയെന്ന ആരോപണത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. കേരളം മുഴുവൻ എന്റെ കുടുംബമാണ്. ഇവിടെയുള്ള കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് മാത്രമാണ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആർക്കും അനധികൃതമായി ജോലി നൽകിയിട്ടില്ല. ആരോപണമുള്ളവർക്ക് ഇക്കാര്യം അന്വേഷിക്കാം. യൂണിയനുകൾ പിരിച്ചുവിടേണ്ടി വന്നാൽ രാത്രിയായാലും പിരിച്ചുവിടും. ഗണേഷ് പറയുന്നതെന്ത്, പ്രവർത്തിക്കുന്നത് എന്ത് എന്ന ചോദ്യവും സുകുമാരൻ നായർ ഉന്നയിച്ചു. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട. ഞാൻ അതിനെപ്പറ്റി അയാളുടെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനാധിപത്യം NSSനെ സംബന്ധിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നുള്ളൂ. അതാണല്ലോ ഞാനല്ലേ ജനറൽ സെക്രട്ടറി. ഈ എക്സിക്യൂട്ടീവ് അധികാരി എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ വ്യക്തിപരമാണോ അല്ലയോ എന്നുള്ളത്. ഇനി പറയുന്നതൊക്കെ എന്തോന്ന് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളിൻ്റെയാണോ പറയുന്നത്? അല്ലല്ലോ. അത് ഒരുപാട് തുടങ്ങിയതാണ്. 112 വർഷമായി അദ്ദേഹം ഇരിക്കുമ്പോൾ മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. എനിക്കത് കണ്ട അനുഭവമുണ്ട്. പിടിച്ചവനൊന്നും ഇന്ന് ഇല്ലാതായിട്ടുള്ളൂ. അത് ചെയ്യട്ടെ. നടത്തിയ ജാഥ ഓരോരുത്തർക്കും എത്ര പേരുണ്ടെന്ന് നമ്മൾ കണ്ടില്ല. എങ്ങനെ വേണേൽ നടത്തിക്കോട്ടെ. അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് നായർ സർവീസ് സൊസൈറ്റിക്ക് NSSനെ സ്നേഹിക്കുന്ന നായന്മാർക്കുമുണ്ട്. അതിന് സംശയം. ആരെ തിർക്കണ്ണികളെന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അർത്ഥം അനധികൃതമായിട്ട് ഒരു മരത്തിൽ കയറി പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അങ്ങനെയല്ലല്ലോ. ഞാൻ അനധികൃതമായ ഒന്നും വന്നതല്ലല്ലോ. ഇവിടെ അനധികൃതമായല്ലോ. ഇത്തവണ നടന്നല്ലോ തെരഞ്ഞെടുപ്പ്. ആരെങ്കിലും ഉണ്ടായിരുന്നോ എതിർക്കാൻ? അവിടെ ഹാജരായിരുന്ന ആളുകൾക്ക് അവരോട് ഞാൻ പരസ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ NSSൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ പരാതി ഉണ്ടെങ്കിൽ ഈ വേദിയിൽ വെച്ച് ചോദിച്ചാൽ എനിക്കൊരു എതിർപ്പുമില്ല. അത് വ്യക്തിപരമാകട്ടെ, അതുപോലെ സംഘടനാപരമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ. അത് അങ്ങോട്ട് കയറിച്ചോ എന്ന് നമുക്കെല്ലാം അറിയാം. ഒന്നുമില്ല. ഞങ്ങളിവിടെ സമ്മേളനമൊക്കെ വെക്കുമ്പം ചട്ടമ്പി സ്വാമിയെ മന്നത്ത് പത്മനാഭനെയും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? പന്തലിൽ വയ്ക്കാറുള്ള കണ്ടിട്ടല്ലേ? ഒന്ന് ഞങ്ങളുടെ സമുദായകാരൻ, മറ്റേത് നമ്മുടെ ആത്മീയ ആചാര്യൻ. അങ്ങനെ നമ്മൾ ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളാരും ആരെയും അല്ല, അതയാളുടെ ഭാഷയാണ്. ഞാനതൊന്നും പറയുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു കമൻറ്റും ഇല്ല. ഞാൻ നിങ്ങൾ ചോദിച്ച മറ്റു ചില വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും സൂചിപ്പിച്ചു, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അങ്ങേ പിതൃസ്ഥാനത്ത് കാണുന്നുവെന്ന് നേരത്തെ പറഞ്ഞ ഗണേഷ് എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങേ വിമർശിക്കുന്നത്? ഇപ്പം തോന്നിക്കാണും പിതൃവല്ലെന്ന്. പിതൃസ്ഥാനത്തെല്ലാം തോന്നിക്കാണും. അതുകൊണ്ട് വിമർശിക്കുന്നതല്ല. അതയാളുടെ ഇതാണ്, സാമർഥ്യമാണ്. അതിലുള്ള സാമർഥ്യം. ഞാൻ കണ്ടില്ല. മുൻപ് സുരേഷ് ഗോപിയൊക്കെ പരിഹസിച്ചിരുന്ന ആളാണ്.
ഗണേഷ് കുമാർ. ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ കയറ്റാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ സമയം മാറി പലതും പറയും പലരും. ഈ സോളർ കേസിലൊക്കെ ഞാൻ എന്തെങ്കിലും നിങ്ങൾ ഇത്രയും നാളായല്ലോ എന്നെ കാണുന്നു, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് സമയം മാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും അതിന് വിരുദ്ധമായിട്ടൊരു നിലപാടെടുക്കുകയോ സംസാരിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്ഷമ പറയാ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ വളരെ ആലോചിച്ച് കണ്ടേ പറയത്തുള്ളൂ. അതൊന്നും തിരിച്ച് വിഴുങ്ങേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോളർ കേസിൽ ഉൾപ്പെടെ പല സമയത്തൊക്കെ തന്നെ ഗണേഷിന്റെ പല നിലപാടും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ഗണേഷ് അത്തരത്തിൽ. ഞാനത് പറയുന്നില്ല, അയാളെ പറ്റി അതൊന്നും പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. NSS നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി KB ഗണേഷ് കുമാറും അനൂപ് ചന്ദ്രനും രംഗത്ത് വന്നിരുന്നു. NSSൽ ഒട്ടും ജനാധിപത്യമല്ല എന്ന് ആരോപിച്ച KB ഗണേഷ് കുമാർ സംഘടന ചില ഇത്തിൽ കണ്ണികളുടെ പിടിയിലാണ് എന്നും തുറന്നടിച്ചിരുന്നു. ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. മന്നത്ത് ആചാര്യൻ ഇരുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേരയാണെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കനകസിംഹാസനത്തിൽ ഏത് ശൂനകനും കയറിയിരിക്കാമെന്ന് തോന്നിക്കുന്ന തരത്തിൽ പെരുമാറരുത്. ശൂനകനാണ് എന്നുള്ള ഓർമ്മയില്ലെങ്കിലും കനകസിംഹാസനത്തിലാണ് ഇരിക്കുന്നതെന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ് എന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ പരോക്ഷമായി ലക്ഷ്യമിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. മന്നത്ത് ആചാര്യനും ശബരിമല അയ്യപ്പനും വേണ്ടി സമരം ചെയ്യുന്നത് അഭിമാനമാണ്. എന്നാൽ ഇത്തരം ഇത്തിൽ കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായങ്ങൾ തെരുവിലിറങ്ങുന്നത് ഒരു സമുദായത്തിനും അതിന്റെ മന്നത്ത് ആചാര്യനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. NSSൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതി സ്വജനപക്ഷപാതമാണ്. ഒരാൾ തന്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ ജോലിക്ക് വെച്ചുവെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. മന്നം സമാധിയിൽ പുഷ്പങ്ങളും സുകുമാരൻ നായരുടെ നെഞ്ചത്ത് റീത്തും വയ്ക്കണമെന്ന് നടൻ അനൂപ് ചന്ദ്രനും പരാമർശം നടത്തി. പെരുന്നയിലെ പോരാട്ടം ഗണേഷ് സുകുമാരൻ നായർ തർക്കം മാത്രമായി കാണാനാകില്ല. അതൊരു പ്രസ്ഥാനത്തിന്റെ പൈതൃകം, ജനാധിപത്യം, സുതാര്യത, നേതൃത്വം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയായി മാറുകയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.